ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം, ശ്രീ ഗുരുവായൂരപ്പാശരണം. ശ്രീഹരിയും ഒരു നിഴനാരായണീയം. ദശകം 74. ഭഗവാന്റെ മധുരാപുരി പ്രവേശം. ഉച്ചയോടെ എത്തിച്ചേർന്നു ഉജ്ജ്വല സ്വരൂപത്തോടെ ഉത്തമപുരുഷൻ കൃഷ്ണൻ മധുര തന്നിൽ. ഉണ്ണിയെ ഒന്നു കാണുവാൻ കാത്തിരുന്ന ജനങ്ങൾ തൻ ഉള്ളം മോദത്താൽ നിറച്ചു കണ്ണനണഞ്ഞു. പാദത്തിൻ്റെ ശോഭ പോലെ സരാഗസുഭഗമാരായി തിരുമേനി പോലെ പയോധര കാന്തിയും മാറുപോലെ മാലയിട്ടും നിഷ്കളങ്കരായുള്ളോരാ മധുര നഗര സ്ത്രീകൾ ഓടിയണഞ്ഞു. നഗരമധ്യത്തിലൂടെ നടന്നല്ലോ നാരായണൻ നഗരനാരീജനത്തെ മോഹിപ്പിച്ചിട്ട്. വസ്ത്രം നൽകാൻ മടിച്ചോരോ രജകനെ കൊന്നു നീയും അവനു ലഭിച്ചു പുണ്യമേറും സദ്ഗതി. ഭഗവാനു അണിയുവൻ ഭംഗിയുള്ള വസ്ത്രം നൽകി നെയ്ത്തുകാരൻ അവനകി നീയോ മുക്തിയും. ഭഗവാനു അണിയുവൻ ഭംഗിയുള്ള മാല നൽകി മാലക്കാരൻ അവനകി നീയോ ഭക്തിയും. അംഗരാഗം നൽകിയോരാ സുന്ദരിയാം കുനിക്കു നീ അനുരാഗം ഹൃദയത്തിൽ പകർന്നു നൽകി. വളവില്ലാത്തവളുടെ മനസ്സുപോൽ വപൂസിനെ വാസുദേവൻ ഭംഗം തീർത്തു ഭംഗിയാക്കിനാൻ. സർവവ്യാപിന്മാരൂരേശ പുണ്യശാലികളാം ജനം യഥാശക്തി നൽകിയല്ലോ ഉപഹാരങ്ങൾ. അടിയനും ആ സമയം അവിടെയുണ്ടായി എങ്കിൽ അടിയനെ തന്നെ നിന്നിൽ സമർപ്പിച്ചേനേ. സുന്ദരിയം കുറിക്കൂട്ടുകാരിയോടു ചൊല്ലി ഭവാൻ ഭവതി നടന്നു കൊള്ളുക ഞാൻ വന്നുകൊള്ളാം. കോലാഹലമുയരവേ ദേവഗീതൻ മുലകളോ കോടക്കാർ വർണ്ണനു വേണ്ടി ചുരന്നുവല്ലോ. മധുര രാജധാനിയിൽ വില്ലുവച്ച ശാലയതിൽ മധുര സ്മിതവും തൂകി കൃഷ്ണൻ കടന്നു. മാലകളാൽ അലങ്കരിച്ചുള്ളതായ വില്ലെടുത്തു മാധവനു കുലയേറ്റി ഓടിച്ചുവല്ലോ. കംസവധം അറിയിക്കും കേളികൊട്ടു പോലെയായി കണ്ണാ നിന്റെ വില്ലോടിച്ച ശബ്ദഘോഷങ്ങൾ. ദേവകളോ രോമാഞ്ചത്താൽ വിറകൊണ്ടു ഭഗവാനെ കംസരാജൻ വിറകൊണ്ടു പ്രാണഭീതിയാൽ. സജ്ജനഭാഭയമായും ദുർജനങ്ങൾ ഭയത്തോടും സർവേശ്വര നിന്റെ രൂപം നോക്കിക്കാണവേ. രാധയെ പിരിഞ്ഞ ദുഃഖം സീതാമാവിനോടു ചൊല്ലും രാഗലോല മമ രോഗം ശമിപ്പിക്കേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.